അമ്മയെ സ്വപ്നം കണ്ടു അല്ലേ? എന്താണ് ഇത്? ഒന്നുമില്ല വരുൺ, ഞാൻ ഒരുപാട് ദൈവദോഷം ചെയ്തിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ എന്നെ എന്തിനാ ഇത്ര പെട്ടെന്ന് അനാഥയാക്കി കളഞ്ഞത്? അനാഥ എന്ന വിളിപ്പേരൊക്കെ ഒരുപാട് ചുമന്ന് നടന്നല്ല ഞാൻ. എന്നിട്ടും ദൈവത്തിനത് മതിയായില്ലെന്നാണോ? സത്യത്തിൽ ഇപ്പൊ ആരെയാ ശിക്ഷിച്ചേ? എന്നെയാണോ എന്റെ അമ്മയാണോ? എടോ രാധിക, താൻ വിഷമിക്കാതെ. അമ്മയെ കണ്ടെത്താത്തതിൽ തനിക്ക് വിഷമമുണ്ടാവും. പക്ഷേ തൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് 100% എനിക്ക് ഉറപ്പുണ്ട്. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി വരുന്നതൊക്കെ പറയാൻ പറ്റും, പക്ഷെ യാഥാർത്ഥ്യം അതൊന്നും അല്ലല്ലോ. യാഥാർത്ഥ്യം അത് തന്നെയാ. ശ്യാമ മേഡത്തിന് തന്നെ വിട്ടിട്ട് ഒരിടത്തും പോകാൻ പറ്റില്ല. നിങ്ങളെ രണ്ടുപേരെയും രണ്ടിടങ്ങളിലാക്കി ജീവിപ്പിച്ചത് ഭഗവാൻ കൃഷ്ണ. നിങ്ങളെ പരസ്പരം കണ്ടുമുട്ടിച്ചതും ഭഗവാനാ. പിന്നെ എങ്ങനെയാണോ ഇപ്പൊ പിരിക്കുന്നത്? ഭഗവാനിലുള്ള വിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടോ? എന്റെ സങ്കടം കൊണ്ടവരും അമ്മയ്ക്ക് എന്തൊരു സന്തോഷായിരുന്നു. കുറച്ചു കാലം കൂടി എന്റെ കൂടെ അമ്മയെ നിർത്തായിരുന്നില്ലേ? അമ്മ പറയുന്നത് അമ്മയുടെ ജാതകദോഷം കൊണ്ട് അതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ അതല്ലല്ലോ, എന്റെ ജന്മദോഷമല്ലേ പ്രശ്നം. ആവശ്യത്തിന് സങ്കടം മനസ്സിലുണ്ട്. ഇനിയിപ്പോ പുതുതായിട്ട് ഓരോന്ന് സങ്കല്പിച്ച് കൂട്ടാൻ നിൽക്കണ്ട. കരച്ചിൽ മതിയാക്ക്, എന്നിട്ട് ഉറങ്ങാൻ നോക്കൂ. ഇനി പറ്റില്ല വരുൺ. അതെ, പറ്റണം. പിടിച്ചു നിൽക്കാനായിട്ട് നമ്മളെ കൊണ്ടൊക്കെ പറ്റണം. കായൽക്കരയിൽ കാവൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർ കാണാതെ പോയ ഒരാൾക്ക് വേണ്ടി എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും എനിക്കറിയാം, നമുക്ക് മുന്നിൽ നിന്ന് കാണാതായ തൻ്റെ അമ്മ തിരിച്ചു വരും. ഉം